ശരി, നിതിൻ സേവ്യർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, ഇപ്പോൾ മഹേഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിലും ഏറ്റവും ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേഡിയം തന്നെയാണ്. ഏത് ലൊക്കേഷനിലാണ് കളിക്കേണ്ടത് എന്നുള്ള ചോദ്യം ആദ്യം തൊട്ട് തന്നെ ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് കലൂർ സ്റ്റേഡിയം ഫിക്സ് ചെയ്യുന്നത്. അതിന്റെ നവീകരണം അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു. ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആപ്റ്റ് ആണെങ്കിൽ മാത്രമേ ടീമുകൾ കേരളത്തിലേക്ക് വരികയുള്ളൂ, കളിക്കുകയുള്ളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലായതാണ്. ഏറ്റവും ഒടുവിൽ ഇതാ വന്നേക്കില്ല എന്നുള്ള സൂചനകൾ ലഭ്യമാണ്. പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളുടെ വികസനങ്ങളൊക്കെ ഏത് രീതിയിലായി എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ടല്ലോ. തീർച്ചയായും അർജന്റീന വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഈ സ്പോൺസർമാർ അറിയിച്ചിരുന്നത് തിരുവനന്തപുരത്ത് കളിക്കുമെന്നായിരുന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അർജന്റീന കളിക്കുമെന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് അത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാവും അർജന്റീന ടീം സൗഹൃദ മത്സരം കളിക്കുക എന്നാണ് സ്പോൺസർ പിന്നീട് അറിയിച്ചത്. പക്ഷേ ഈ കലൂർ സ്റ്റേഡിയത്തിൽ എങ്ങനെ കളിക്കുമെന്നത് ഈ സ്റ്റേഡിയത്തിനെ പറ്റി വ്യക്തമായി അറിയാവുന്നവർക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് സ്റ്റേഡിയത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്, വളരെ പരിതാപകരമാണ്. ഈ ISL മത്സരങ്ങൾ അടക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് AFC ലൈസൻസ് അടക്കം നഷ്ടമാകാനുണ്ടാകുക, അല്ലെങ്കിൽ AFC ലൈസൻസ് ലഭിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഈ സ്റ്റേഡിയത്തിന്റെ വളരെ മോശം അവസ്ഥയായിരുന്നു. ഈ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരകളിൽ നിന്നും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന സംഭവമുണ്ട്. സീറ്റുകൾ വളരെ മോശമാണ്. ആളുകൾ ആർത്തു വിളിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ മീഡിയ റൂം അടക്കം കുലുങ്ങുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സ്റ്റേഡിയത്തിൽ കളി നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന് ചുറ്റും മറ്റൊരു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലും ഇല്ലാത്ത വിധത്തിലാണ് ഇവിടെ സ്റ്റേഡിയത്തിന് ചുറ്റും ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. നിരവധി ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അങ്ങനെ ചായക്കടകളടക്കം നിരവധി സ്ഥാപനങ്ങൾ ഈ റെസ്റ്റോറൻറ്റിന് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഒരേ വഴിയിലൂടെ ആരാധകരും താരങ്ങളും സ്റ്റേഡിയത്തിലേക്ക് വരുന്നതും പോകുന്നതും അത് ഇന്റർനാഷണൽ റൂളിന് വിരുദ്ധമാണ്. ആരാധകർ വരുന്ന വഴിയിലൂടെ താരങ്ങളെ കൊണ്ടുവരരുത് എന്നാണ് ഫിഫയുടെ ചട്ടമുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ആശങ്ക തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് 2 മാസം 2000 തൊഴിലാളികളെ വെച്ച് 70 കോടി രൂപ മുടക്കി വളരെ വേഗത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ സ്റ്റേഡിയം നവീകരിക്കുമെന്ന് സ്പോൺസർ പറഞ്ഞത്. അതിന്റെ പണികൾ ആരംഭിച്ചു എന്നൊക്കെ സ്പോൺസർ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിലൂടെയും മറ്റും പ്രഖ്യാപിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ ഈ പണി എവിടം വരെ ആയി എന്ന് മനസ്സിലാക്കിയിട്ടില്ല. സീറ്റുകളടക്കം മാറ്റും, മേൽക്കൂരകളടക്കം മാറ്റും, വലിയ തോതിലുള്ള നവീകരണം സ്റ്റേഡിയത്തിൽ നടത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അർജന്റീന സ്പെയിനിൽ പരിശീലനം നടത്തും. അങ്കോളയുമായി മാത്രമാണ് ഈ ടൂറിലെ ഏക മത്സരമെന്ന് കൂടി പറയുമ്പോൾ അർജന്റീന വരില്ല എന്ന് ഉറപ്പാകുന്നു. ഈ സ്റ്റേഡിയത്തിന്റെ പണി ഇതുവരെയായി എന്ന് അറിയില്ല. എന്ത് കാരണത്തിലാണ് ഈ കളി മാറ്റിവെക്കേണ്ടി വന്നതെന്ന് അറിയില്ല. സ്റ്റേഡിയം പരിശോധിക്കാൻ കഴിഞ്ഞ ആഴ്ച ഈ വിദഗ്ധ സംഘം എത്തിയിരുന്നു. ഈ അവരുടെ അനുകൂല റിപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ഫിഫയിൽ നിന്നും ഒരു വെന്യൂ മാനേജർ ഇത് പരിശോധിക്കാനായി എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ കൂടി അനുകൂല റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമാണ് ഈ മത്സരം ഇവിടെ നടക്കുക. പക്ഷേ ഈ അർജന്റീനയിൽ നിന്നും വന്ന് പരിശോധിച്ച് പോയവർ മടങ്ങി. ഫിഫയുടെ പ്രതിനിധി ഇതുവരെ പരിശോധിക്കാൻ എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ അർജന്റീന ഈ മത്സരം ഒഴിവാക്കുന്നു എന്നൊരു സൂചന ലഭിക്കുന്നത്. നിലവിൽ അർജന്റീന നവംബറിൽ ഒരൊറ്റ മത്സരം മാത്രം കളിക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്പെയിനിലാകും നവംബറിൽ പരിശീലനം നടത്തുക. നവംബർ 14 അങ്കോളയുമായി കളിക്കുകയും ചെയ്യും. അറിയിപ്പ് പക്ഷേ ഇങ്ങനെയാണ് കേട്ടോ അമൃത. ലയണൽ സ്കലോണീസ് ടീം വിൽ ട്രാവൽ ടു സ്പെയിൻ ഇൻ നവംബർ ടു ട്രെയിൻ and will play on Friday 14th, the only match of the tour against Angola.